ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വ്ളോഗാണ്. അതായത് ദുബായിൽ നമ്മൾ ക്വീൻ എലിസബത്ത് ടൂറിൽ സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3 മണിക്കാണ് നമുക്കവിടെ നമ്മൾ അങ്ങോട്ട് ചെന്നു. ഇത് ദുബായ് റാഷിദ് ഹോട്ടലിൻ്റെ ഏരിയയിലാണ് ഈ ക്വീൻ എലിസബത്ത് എന്ന് പറഞ്ഞ ഷിപ്പുള്ളത്. ഇത് ക്വീൻ എലിസബത്തിൻ്റെ രാജ്ഞി ക്വീൻ എലിസബത്തിൻ്റെ അണ്ടറിലുള്ള ഷിപ്പ് തന്നെയായിരുന്നു അത്. അപ്പോൾ കുറച്ചായി ഇവിടെ ദുബായിൽ ഇപ്പോൾ ഇതിങ്ങനെ ഹോട്ടൽ പോലെ ഉണ്ട് ഈ സംഭവം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അതിൻ്റെ ചെക്കിങ്ങിൻ്റെ അവിടെ കുറച്ച് തിരക്കുണ്ട്. എന്നാലും കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ അതിൻ്റെ ലിവിങ് ഏരിയയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടില്ല. ഷിപ്പിൻ്റെ പുറത്തുള്ളൊരു ബിൽഡിങ്ങിലാണ് ഇവരുടെ ലിവിങ്ങും ചെക്കിങ്ങും കാര്യങ്ങളും റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പിന്നെ അവിടെ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ. ബുക്സ് പിന്നെ അവർ പറഞ്ഞത് ഈ ഫർണിച്ചേഴ്സൊക്കെ കാണുന്ന ഒരുപാട് ഫർണിച്ചേഴ്സൊക്കെ ഷിപ്പിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫർണിച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടുത്തെ റിസപ്ഷനിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ തീർന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര വലിയ ഷിപ്പ് തന്നെയുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഷിപ്പ് ഇത്രയും അടുത്തുണ്ടായിരുന്നു. ആകെ ഒരു ഓർമ്മ വന്നത് നമുക്ക് ടൈറ്റാനിക് ഫിലിം കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നല്ല ആരും മറക്കില്ലല്ലോ. അപ്പോൾ അതുപോലൊക്കെ തന്നെ നല്ല സൈസുള്ള ഷിപ്പാണ് കേട്ടോ. എന്താ പറയുക, സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി സ്റ്റെപ്പുകൾ ഇറങ്ങി അതിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാസേജ് തന്നെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ഉണ്ട്. എന്നിട്ടും ഞങ്ങൾ ഈ ഒരു ദിവസം അവിടെ ഫുള്ള് നിന്നിട്ട് പോലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഷിപ്പിൻ്റെ ഒരു കാൽ ഭാഗം ഞങ്ങൾ കണ്ടു തീർന്നിട്ടുള്ളൂ. ഇനിയും അത്രയ്ക്ക് ഷിപ്പിൻ്റെ ഭാഗങ്ങൾ കാണാൻ കിടക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 2 റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് റൂം, ഞങ്ങൾക്ക് റൂം, അങ്ങനെ. അപ്പോൾ അതിൻ്റെ പാസേജ് ഒരുപാട് നീളുണ്ട് കേട്ടോ. പിന്നെ സാധാരണ ഹോട്ടലിൽ കയറിയിട്ട് പെട്ടെന്ന് റൂം കണ്ടുപിടിക്കുന്ന പോലെ ഈസി അല്ല. പിന്നെ ഇതിൻ്റെ സാധാരണ നമ്പേഴ്സ് താഴ്ത്തിക്കലുണ്ടാവും 1 2 3 ഇങ്ങനെ. ഇതെല്ലാം മുകളിലേക്കാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ റൂമാണ്, ചെറിയ റൂം. അതായത് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സുപ്പീരിയർ റൂം, ഡീലക്സ് റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ റൂമിൻ്റെ വിൻഡോ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നമുക്ക് കടൽ കാണാം. പിന്നെ സുപ്പീരിയർ റൂം, ഡീലക്സ് റൂം എന്നൊക്കെ പറയുന്നതിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാകും. നമ്മൾ നോർമലായിട്ട് റൂം വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ദുബായ് അടുത്തായ കാലം തന്നെ നമുക്ക് വിളിച്ച് പറഞ്ഞ് ഫുഡ് വിളിച്ച് പറഞ്ഞ് ഓർഡർ ചെയ്യാം, പുറത്ത് പോയി കഴിക്കാൻ ചലഞ്ച്. അപ്പോൾ ഇതൊക്കെ ഇത് എന്താ വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയക്ക് ലിഡോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റാണ് അവിടെ. റെസ്റ്റോറൻറ്റ് ഏരിയക്ക് ബ്രേക്ക്ഫാസ്റ്റ്, അതായത് റെസ്റ്റോറൻറ്റ് ഏരിയസാണ് ഈ കാണുന്നതൊക്കെ. ഇത് പ്രിൻസിൻ്റെയും പ്രിൻസസിൻ്റെയും ഫോട്ടോസൊക്കെ പല സ്ഥലത്തും നമുക്ക് കാണാം. അങ്ങനെ പ്രത്യേകിച്ചിട്ടിപ്പോൾ ലിഡോയിൽ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റിൽ. ആകെ ഇപ്പോൾ ലിഡോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഹെറിറ്റേജ് ടൂർ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് വേറെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഹെറിറ്റേജ് ടൂർ. അപ്പോൾ ഒരു വിത്ത് ഗൈഡ് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ട് നടന്ന് കാണിച്ചു തരും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഓരോരോ എന്താ പറയുക, ഇതിനെക്കുറിച്ച് ഫുള്ള് വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ നമുക്ക് ഇവർ പറഞ്ഞെന്ന കാര്യങ്ങൾ എഴുതുകയെന്ന് വെച്ച കാര്യങ്ങൾ ഇപ്പോൾ വന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതിലത്തെ കാഴ്ചകൾ കാണിക്കാം, അതാണ് മെയിനായിട്ട്. അല്ലാതെ ഇപ്പോൾ ഇന്നതൊക്കെ എവിടേക്കെന്നൊന്നും പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഓർമ്മയില്ല. അത്രയും ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കണ്ടാലും തീരാത്ത, ഇതിൻ്റെ ഉള്ളിൽ തിയേറ്ററും ബാറും എല്ലാം ഉണ്ട്. പിന്നെ ഡ്രാമ പ്ലേസൊക്കെ നടക്കുന്ന ഏരിയയില്ല, അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഒരുപാട് ഷോസ് നടക്കുന്ന വേറെ ഏരിയാസ് ഉണ്ട്. അത് പറഞ്ഞു ഷിപ്പിൻ്റെ സത്യം പറഞ്ഞ ഒരു കാൽഭാഗം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, മുഴുവൻ കണ്ടിട്ടില്ല അത്രയും. പക്ഷേ ഇതൊക്കെ ഒരു വട്ടം നിങ്ങൾ വന്ന് അനുഭവിക്കേണ്ട. ഇതിപ്പോൾ മൂവിങ് അല്ല, അവിടെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ഷിപ്പാണല്ലോ. കസിനോസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ഗെയിംസ് കളിക്കുന്ന ഏരിയസ്, ഒരുപാട് സംവിധാനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്താ പറയുക, കണ്ടോ നല്ലൊരു പിയാനോ, ആൻറ്റിക് ടൈപ്പും അങ്ങനെ ഇതിലുപയോഗിച്ച് ഒരുപാട് ഫർണിച്ചേഴ്സ്, ഒറിജിനൽ ക്വീൻ എലിസബത്തിനുണ്ടായിരുന്ന ഫർണിച്ചേഴ്സ് എന്ന് ഒരു ഗൈഡ് ഞങ്ങൾക്ക് പറയുന്നുണ്ട്. യമഹയുടെ പഴയ പിയാനോ ആണ് ഇട്ടത് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടമൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇതിൽ താമസിക്കണമെന്നില്ല, താമസില്ലാതെ തന്നെ ജസ്റ്റ് വന്ന് കണ്ടുപോകാൻ എത്ര 80-85 ദിർഹംസ് മറ്റാണ് വിത്തൗട്ട് സ്റ്റേയിങ് ചേർന്ന് വരുമ്പോഴാണ് വേറെ പൈസ വരുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റേ വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് കാണണം എന്നാണെങ്കിൽ വന്ന് കണ്ടുപോകും. ഇവിടെ ഒരുപാട് എന്താ പറയുക പിക്ചേഴ്സ് ഉണ്ട്. അതായത് ചുമരുമ്പോൾ പിക്ചേഴ്സ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒറിജിനൽ വരച്ച് വെച്ച പിക്ചേഴ്സാണ്. അപ്പോൾ അതിനൊക്കെ ഇവിടെ ഈ ക്വീൻ എലിസബത്തിൻ്റെ അമ്മയുടെയൊക്കെ പിക്ചറുണ്ട്, ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതിനൊക്കെ എത്രയോ $, എത്രയോ $1 മില്യൺ അതിൻ്റെ പ്രൈസുള്ളത്. അന്നത്തെ കാലത്ത് അവർ വരച്ച് വെച്ച ഒറിജിനൽ മാസ്റ്റർ ആൻറ്റിക് പീസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ
സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സ്വിമ്മിംഗ് പൂൾ എല്ലാം ഉണ്ട് കേട്ടോ. മാക്സിമം ഒന്നും ഇപ്പോൾ നമുക്കിത് കാണിക്കാൻ പറ്റില്ല, എന്നാലും ഒരു ഇതൊക്കെ കാണിക്കാം. ഒരുപാട് കുറേ വീഡിയോസ് ഞാൻ എടുത്തു, കുറേ വീഡിയോസ് ഹസ്ബൻഡ് വേറെ വഴിക്ക് നടന്നു. അങ്ങനെ രണ്ടുപേരും എടുത്ത വീഡിയോസൊക്കെ മിക്സ് ആക്കിയിട്ടാണ്. ഞാൻ കണ്ട സ്ഥലങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് കണ്ടിട്ടുണ്ടാവില്ല, ഹസ്ബൻഡ് കണ്ട സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കാണാനുണ്ട്. എന്തായാലും നടന്ന് കാണുക. അപ്പോൾ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ഡേ വന്നിട്ട് ജസ്റ്റ് വന്ന് കണ്ടു പോകാനാണ് 85 dirhams മറ്റോ തോന്നുന്നു. അല്ല, സ്റ്റേ ചെയ്യാനാണെങ്കിൽ വേറെ പൈസ. എന്തായാലും ഞങ്ങളൊക്കെ എടുത്ത റൂമിൽ പറഞ്ഞൊരു റൂമിൽ വലിയൊരു ബെഡ്, ഒരു കിങ് സൈസ് ബെഡ് 2 പേർക്ക് കിടക്കാനുള്ള രീതി, 2 പേരെ അവരെ അല്ല ഇവിടെ ആക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഷിപ്പിൻ്റെ മുകളിൽ ഡെക്കിൽ കയറുന്നുണ്ട്, ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുന്നുണ്ട്. ഷിപ്പിൻ്റെ ഈ ഷിപ്പ് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ആയിട്ട് അവിടെ ഓടുന്നില്ല. അത് ഓടിക്കുമ്പോഴത്തെ അതിൻ്റെ എൻജിൻ റൂമും അതും ഇതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള ഭാഗത്തോട്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. അപ്പോൾ രാത്രി ആയപ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. മുകളിൽ ഡെക്കിൻ്റെ മുകളിലൊക്കെ കയറി ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല ഇതുണ്ട് കേട്ടോ, ചൂടുള്ളതുണ്ടായിരുന്നു. ലോഞ്ചും കാര്യങ്ങളും ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ നടന്ന് കാല് കടയും. ഇപ്പോൾ ഒരു റൂം തരുന്ന് മാറി അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി പിന്നെ മുകളിലത്തെ വേറെ റൂമിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ് കണ്ടുപിടിക്കുക. അറിയുന്ന ആളുകൾക്ക് അറിയും. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ മ്യൂസിക് ഇടാൻ പോവാണ്, എക്സ്പ്ലെയിൻ ചെയ്യല്ല. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ട് ആസ്വദിക്കുക.
for today. I hope you enjoyed.